ഒന്ന് മൂവാറ്റുപുഴ വരെ പോവുകയാണേ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു കസിൻ സർവീസിങ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യുമോ. നമ്മൾ വണ്ടി കൊണ്ടു കിടക്കുന്ന എല്ലാവരും എപ്പോഴും വണ്ടി വൃത്തിയായിട്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ മൂവാറ്റുപുഴക്കാരെ സംബന്ധിച്ച് അവർക്ക് ഒരു നല്ല അവസരമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ബാക്കി അവിടെ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. വണ്ടി എങ്ങനെ വാഷ് ചെയ്യുന്നത്, അവരുടെ സിസ്റ്റങ്ങളും കാര്യങ്ങളും എങ്ങനെയാണെന്ന് നമുക്ക് ഇന്നാണ് ഇനാഗുറേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ വണ്ടി കഴുകുന്നതും ആ ഏരിയയും എവിടെയാണ് ലൊക്കേഷൻ എന്നുള്ളതും ഒക്കെ നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്യാം.
സർവീസ് സെൻറ്ററിൻ്റെ ലൊക്കേഷൻ വരുന്നത് മൂവാറ്റുപുഴ എറണാകുളം വഴിക്ക് കടാതി പാലത്തിന് മുന്നായിട്ട് ലെഫ്റ്റോട്ടൊരു വഴിയുണ്ട്. അവിടെ നിന്ന് 200 മീറ്റർ ഉള്ളിലായിട്ടാണ് നമ്മുടെ സർവീസിങ് സെൻറ്റർ ഉള്ളത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വണ്ടി കൊണ്ടു കൊടുക്കാൻ സമയമില്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി വന്ന് കളക്ട് ചെയ്ത് അവർ സർവീസ് ചെയ്ത് നമുക്ക് തിരികെ കൊണ്ടുതരും. അങ്ങനെ നമ്മുടെ ചെറുക്കനെ നല്ല വൃത്തിയായിട്ട് കഴുകി കിട്ടിയിട്ടുണ്ട്. എല്ലായിടവും ഒക്കെ നല്ല ഡീപ്പായിട്ട് ക്ലീൻ ചെയ്ത് നല്ല സെറ്റാക്കി തന്നിട്ടുണ്ട്. തുരുമ്പൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ കഴുകി കഴിഞ്ഞപ്പോഴത്തേനും. ഇച്ചിരി ചെളിയൊക്കെ ഇരിക്കണം. ഇപ്പം ഞാൻ ചവിട്ടിയേക്കണം കേട്ടോ. അല്ലാതെ എല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ള സർവീസ് സെൻറ്ററുകളെ അപേക്ഷിച്ച് ഇപ്പം അവർ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയതുകൊണ്ട് നല്ല റേറ്റ് കുറവുണ്ട്. പിന്നെ എല്ലാം നല്ല നോക്കിയും കണ്ട് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് മൂവാറ്റുപുഴക്കാർക്കൊന്ന് പോയി പരീക്ഷിക്കാവുന്നതാണ്. നോ പോലുള്ള 7 സീറ്റർ വണ്ടികൾക്ക് 500 രൂപയും നമ്മുടെ സാധാ ചെറിയ കാറുകൾക്കല്ല 400 രൂപയാണ് ഇപ്പം അവർ സർവീസിനായിട്ട് ഈടാക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സർവീസ് ചെയ്യാൻ പോകണമല്ലോ, അല്ലെ സർവീസ് ചെയ്യാൻ വണ്ടി കൊണ്ട് കൊടുക്കാൻ സമയമില്ലല്ലോ എന്നൊന്നും ഓർത്ത് ആരും കഷ്ടപ്പെടണ്ട, സങ്കടപ്പെടണ്ട. വണ്ടി വന്ന് വീട്ടിൽ വന്ന് ഉത്തരവാദിത്തത്തോടു കൂടി എടുത്തുകൊണ്ട് പോയി സർവീസ് ചെയ്ത് തിരിച്ച് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എത്തിച്ചു തരും. അതാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടി സർവീസ് ചെയ്യാൻ ബുദ്ധിമുട്ട്, അല്ല കൊണ്ടുപോകാൻ സമയമില്ല, അല്ല വീട്ടിൽ പേരൻസ് മാത്രമേ ഉള്ളൂ, കുറച്ച് പ്രായമായവരൊക്കെ ഉപയോഗിക്കുന്ന വണ്ടിയാണ്, അപ്പം സർവീസ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് അത്രയും സമയം സ്പെൻഡ് ചെയ്ത് തിരിച്ച് വരാനില്ല എന്നുണ്ടെങ്കിൽ ആരും ബുദ്ധിമുട്ടണ്ട. ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. അവർ വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയി എന്നാ വേണ്ടത് എപ്പോഴാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് സർവീസ് ചെയ്ത് തിരിച്ചു കൊണ്ടുതരും. ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. 2 വീലറിൻ്റെ സർവീസ് ചെയ്യുന്നതിന് 180 രൂപയായിട്ടോ ചാർജ് ചെയ്യുന്നത്. നമ്മുടെ ബുള്ളറ്റൊക്കെ സർവീസ് ചെയ്യുന്ന 180 രൂപ കുറഞ്ഞ റേറ്റ് അല്ലേ. അപ്പം ലൊക്കേഷൻ മറക്കണ്ട. മൂവാറ്റുപുഴയിൽ നിന്ന് എറണാകുളം പോകുന്ന വഴിക്ക് കടാതിയിൽ നിന്നൊരു 200 മീറ്റർ അകലെയാണ് നമ്മുടെ ലൊക്കേഷനുള്ളത്. പ്രൊപ്പറേറ്റർ ധനേഷാണ്. ധനേഷിൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, വീട്ടിൽ വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് സർവീസ് ചെയ്ത് ഉത്തരവാദിത്തത്തോടു കൂടി തിരിച്ചു കൊണ്ടുതരും. അപ്പോൾ നിങ്ങൾക്ക് സർവീസ് ചെയ്യാൻ പോകുന്നതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് സർവീസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടതിൽ നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം.